വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഫില്ലിംഗ് ആണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതിനായിട്ട് നമുക്ക് 2 വലിയ നേന്ത്രപ്പഴം വേണം. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് തൊലി കറുത്ത് തുടങ്ങുന്ന പഴം ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ 4ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റും പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഈ റൈസിൻസ് ഒന്നും ഇങ്ങനെ സ്നാക്കിൽ കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തൊലിയൊക്കെ കറുത്ത് തുടങ്ങുന്ന പഴമാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റുമ്പോൾ തന്നെ അതൊന്ന് ഉടഞ്ഞു വരും. അത് കുറച്ചുകൂടി നല്ലതാണ്. ഇത് അത്യാവശ്യം പഴത്തിന് കട്ടിയുണ്ട്. കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കാം. അത് ഉടച്ചെടുക്കാനുള്ള വഴികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ പഴം ഏകദേശം നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. നല്ലൊരു യെല്ലോ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിനെ ഇപ്പോൾ ഞാൻ വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്നില്ല, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഈ ക്യാരറ്റിൻ്റെ പീസസ് കടിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അവർക്ക്. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കൈപ്പിടിയോളം തേങ്ങയാണ്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് നല്ല പച്ച തേങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണോ ഉള്ളെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അത് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ല, നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് പഴത്തിന് കുറച്ച് മധുരം കുറവാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ആ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കുറച്ചൊരു ലൂസ് ആയതുപോലെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ആയിട്ടിത് പഴം ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്പാച്ചുല വെച്ച് അത് സ്മാഷ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്. ഞാനിതിലേക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പാക്കറ്റിൽ വാങ്ങുന്ന വറുത്ത റവ എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ, അതാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷവും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടിൽ ഒന്നുകൂടി ആ റവ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. 250 ml കപ്പിൽ 1 കപ്പ്. ആദ്യം ഞാനൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ്. അങ്ങനെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ നമ്മൾ തിളപ്പിച്ച് ആറിയ പാലാണ് ചേർക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, പച്ചപ്പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഫ്ലെയിം വളരെ കുറച്ച് ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ പാലെത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പാല് വറ്റി പോവുകയും ചെയ്യും, റവ കുക്കായി കിട്ടുകയില്ല. ഇപ്പോൾ ഏകദേശം ആ പാല് മുഴുവനായിട്ടും വറ്റി റവയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പാനിൽ നിന്നും മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഒരുപാട് ചൂടാറുകയെന്ന് വേണ്ട, നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമാകുമ്പോൾ അതിനെ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിൽ തട്ട് വെച്ച് കൊടുത്തു. ഈ സ്നാക്കുകളെല്ലാം അതിലേക്ക് വെച്ചു. ലിഡ് ക്ലോസ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും റെഡിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക.
ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരം വിഭവങ്ങളാണ് വേണ്ടതെന്ന് കമൻറ്റ് കൂടി ചെയ്തോളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.